അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഫൈനലി നമ്മൾ മൂകാംബിക പോവാണ്. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും എൻ്റെ മുഖത്തുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, ദേവിയും കൂടി വിചാരിച്ചാലേ നമ്മൾ അവിടെ എത്തുള്ളൂ എന്ന്. അത് സത്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സിക്സ്ത്തിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ദേവിയുടെ അടുത്തോട്ട് പോകണം എന്നുള്ളത് കേട്ടോ. എത്ര വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു എന്നറിയോ അത്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നമ്മളൊരു കാര്യം നല്ല ജെന്യൂനായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാൽ കൂടി നമ്മളവിടെ എത്തും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് എനിക്ക് യാത്ര കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അങ്ങനെ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഓട്ടോ ആണ് ചൂസ് ചെയ്തത്. അതെന്തുകൊണ്ടും ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഈ പ്രാർത്ഥന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഗോഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ചിട്ടയിൽ ചെയ്യാനാണ് എനിക്കിഷ്ടം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഒരു ഇതെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ അവിടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ മൂകാംബിക ദേവിയുടെ കാവലായ മാസ്തിയമ്മ ടെമ്പിളിൽ കയറി തൊഴുതു കേട്ടോ. അതങ്ങനെ ഒരു വിശ്വാസമാണല്ലോ. അതായത് മാസ്തിയമ്മയെ തൊഴുതിട്ടേ മൂകാംബിക ദേവിയെ തൊഴു എന്നുള്ളൊരു വിശ്വാസമാണല്ലോ. അപ്പോൾ ഞാനായിട്ട് എന്തിനാണ് വിശ്വാസം കളയുന്നത്? അതും ഞാൻ ഫസ്റ്റ് ടൈം പോവാം. അപ്പോൾ എനിക്കതെല്ലാം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാനെല്ലാം ചെയ്തത്. പിന്നെ ഓട്ടോയിലാണല്ലോ, ലൈക്ക് പോകുന്ന വഴിക്ക് തന്നെ തൊഴാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. അങ്ങനെ നമ്മളിതാ റൂമിലെത്തി. ഈ റൂം ചൂസ് ചെയ്ത് എനിക്ക് ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. കാരണം പക്ക ക്ലീൻ ആയിരുന്നു. അതുമാത്രമല്ല, ഞാനും മമ്മിയും ഉമ്മയല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്കിത് ധാരാളം. അങ്ങനെ നമ്മൾ റൂമിലെത്തി നേരെ സൗപർണിക തീരത്തോട്ട് കുളിക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് അവിടെ കുളിച്ചിട്ടാണ് നമ്മൾ തൊഴാൻ കയറേണ്ടത് എന്നൊക്കെ. പിന്നെ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ കുളിക്കാൻ പോയി. പിന്നെ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല കേട്ടോ. കാരണം ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായിരുന്നു. സോ വേറെ വഴിയില്ല. പക്ഷെ ഞാനൊന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്തായാലും ഞാൻ പോകും എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ എനിക്ക് ട്രെയിനിൽ വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. സീറ്റ് കിട്ടായിക, നിന്നിട്ട് പോവുക, അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കുറച്ച് ബഹളം ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ശരിക്കും ഉറങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സാരമില്ല, കാരണം എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ എത്തണം എന്നുള്ളത്. എന്തായാലും ഇവിടെ എത്തിയല്ലോ. അപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മുടെ മൈൻഡിൽ അതൊന്നും ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്ന് തൊഴുതിറങ്ങണം എന്നുള്ള ഒരു മൈൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളിതാ സൗപർണിക തീരത്ത് എത്തിയിട്ടോ. പിന്നെ നമ്മുടെ കൂടെ കുറച്ച് ചേച്ചിമാരും ഉണ്ടായിരുന്നു. അവരുള്ളതുകൊണ്ട് കുറച്ചും കൂടി സെറ്റായി എന്ന് തോന്നി. പിന്നെന്താ, അങ്ങനെതാ നമ്മൾ കുളിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ കുളിച്ചപ്പോൾ എന്തോ ഒരു ഫ്രഷ്നെസ്, എന്താ പറയുക, അതറിയാമായിരിക്കുമല്ലേ, ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. എന്തോ ഒരു സംതിങ്, എന്ത് ഫീലാന്ന് എനിക്ക് പറയാൻ അറിയുന്നില്ല. പക്ഷെ കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ പതുക്കെ തണുപ്പൊക്കെ പോയിട്ടോ. അങ്ങനെ ഞാൻ തൊഴാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. എനിക്ക് ഹാഫ് സാരിയിൽ തന്നെ പോയി തൊഴണം എന്നുള്ളതൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് പോകണോണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ആരും മൈൻഡാക്കണ്ട. ഫസ്റ്റ് ടൈം കുട്ടി പോകണോണ്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റാണ് മാത്രം കൂട്ടിയാൽ മതി. അതൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഒരുപാട് നാൾ നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും അങ്ങോട്ട് എത്തുന്നില്ല. പക്ഷെ അവസാനം നമ്മളവിടെ എത്തിക്കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്നുപേരും റെഡിയായി. ഇനി നേരെ അമ്പലത്തിലോട്ട് പോവാണ്. പിന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. കാരണം സന്തോഷവും ആ ഒരു ഇമോഷണൽ ഫീലും എല്ലാം കൂടി ഒരു മിക്സ്ഡപ്പ് ഫീൽ എന്ന് പറയില്ലേ, അങ്ങനൊരു സംഭവമായിരുന്നു. അങ്ങനെ പിന്നെന്താ പറയാൻ വന്നത്, പിന്നെ ഞാൻ റീലെടുക്കാനൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്, റീലെടുക്കണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കി കുറേയൊക്കെ സെറ്റാക്കിയിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റീല് തൊഴുത് കഴിഞ്ഞിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം തിരക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ ക്യൂ നിൽക്കുകയാണ്. എത്ര നടന്നിട്ടും നീങ്ങിയിട്ടും അങ്ങോട്ട് എത്തുന്നില്ല. കാരണം അത്രയും തിരക്കാട്ടോ അവിടെ, കണ്ടില്ലേ, നല്ല തിരക്കായിരുന്നു. പക്ഷേ കുറേ നേരം നിന്നു. എനിക്ക് അവസാനം വിചാരിച്ചു അയ്യോ നാട് അടയ്ക്കുമോ എന്ന്. കാരണം എനിക്കതൊക്കെ ഭയങ്കര വിഷമം. നല്ല തിക്കും തിരക്കായിരുന്നു കേട്ടോ. അവിടെ ആക്ച്വലി നിൽക്കാൻ കൂടി സ്ഥലം ഉണ്ടായിരുന്നില്ല. നിന്ന് എനിക്ക് അവസാനം കാല് കടയാൻ വേണ്ടി തുടങ്ങി. നോക്കുമ്പോൾ നേരം വെളുത്തു കേട്ടോ. അങ്ങനെ ആ ഒരു മൊമെൻറ്റ്, അത്രയും വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ തൊഴുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് എനിക്ക് എൻ്റെ ഉള്ളിലെ ഫീലിംഗ് എനിക്ക് വീഡിയോയിലൂടെ പറയാൻ പറ്റുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സംഭവം ഉണ്ടല്ലോ, അതിപ്പോഴും ഉണ്ട് ആ ഒരു ഫീല്.
എനിക്കാണെങ്കിൽ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം വന്നിട്ട് ഫസ്റ്റ് ടൈം തൊഴാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഇത്രയും ക്യൂ നിന്നിട്ട് അവസാനം തൊഴാൻ പറ്റില്ലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നോക്കിയേ കണ്ടില്ല, നല്ല തിരക്കാണ്. എപ്പോഴാണ് കയറി തൊഴാന്നും കൂടി അറിയുന്നുണ്ടായിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ നല്ല രീതിക്ക് അമ്മയെ തൊഴുതിറങ്ങി. എൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ഒരു താങ്ക് യുവും പറഞ്ഞു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അയ്യോ എനിക്ക് പറയാൻ കിട്ടുന്നില്ല സത്യം. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഭയങ്കര ഇമോഷണൽ ഒക്കെ ആയിട്ട് പറയാൻ കിട്ടുന്നില്ല. അത് പറയുമ്പോൾ തന്നെ എനിക്കെന്തോ അറിയില്ല. അത് പോട്ടെ, നമ്മളപ്പോൾ തൊഴുതിറങ്ങി. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തന്നെ നമുക്ക് റീലെടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവിടെ നിൽക്കാൻ കൂടി സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ആദ്യം പോയി ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. ആ ഇതൊന്നും നോക്കണ്ട, ഇതൊക്കെ വെറുതെ ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. എന്നെ കാണാൻ സൂപ്പറാ, ഞാൻ അടിപൊളിയാന്നൊക്കെ തോന്നുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ കുറേ എടുത്ത് വെക്കുക. അല്ലെങ്കിലും നല്ലതാണ് ഗൈസ്. നമുക്ക് എപ്പോഴും നമുക്ക് നമ്മളിൽ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. നമ്മൾ സൂപ്പറാ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതെപ്പോഴും ഉണ്ടാവണം. എന്ന് വെച്ച് ഓവറാക്കാൻ നിൽക്കരുത്, ഒരു മയത്തിലൊക്കെ ഉണ്ടാവണം. അപ്പോൾ എനിക്ക് ആക്ച്വലി അവിടുത്തെ ഫുഡ് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഈ മുഖം കയറ്റി പിടിച്ചിരിക്കുന്നത്. ഇവരൊക്കെ കണ്ടില്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ വീഡിയോ എടുത്തിരിക്കുകയായിരുന്നു. കാരണം മമ്മി എന്നിട്ട് പറയും ഇവളെന്തീ കഴിക്കാത്തതെന്ന്. ഞാൻ പകുതി കഴിച്ചിട്ട് അവിടെ വെച്ചു കേട്ടോ. ഞാൻ ഈ വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യും. അതായത് എനിക്ക് വെജിറ്റേറിയൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നോൺ വെജ് ഒന്നും ഇല്ല എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വെജിറ്റേറിയൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഞാൻ നല്ലോണം കഴിക്കും. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ട്രക്കിങ്ങിന് പോവാണ്. വേറെ എവിടേക്കല്ല, കുടജാദ്രി പോവാണ്. ശങ്കരാചാര്യർ തപസ്സിരുന്ന സ്ഥലം അല്ലേ, അതിനെന്തോ ഒരു പേര് പറയല്ലോ, സർവജ്ഞപീഠം. യെസ്, അവിടേക്കാണ് നമ്മൾ പോവാണ് കേട്ടോ. ഇത് കണ്ടിട്ട് തന്നെ വെറുതെ മമ്മി കളിയാക്കുക, എന്താ തേയിലത്തോട്ടത്തിലെ പെൺകുട്ടികളുടെ പോലെ ഉണ്ടെന്ന് എന്നെ കാണാൻ. എനിക്ക് അങ്ങനെ തോന്നിയൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് എവിടേക്കോ തോന്നി. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അതായത് അവരെ കളിയാക്കുന്നതല്ല, എന്നെ കളിയാക്കുന്നതാണ്. അങ്ങനെ പേര് പറഞ്ഞിട്ട് കളിയാക്കുന്നതല്ല കേട്ടോ, എന്നെ കളിയാക്കുന്നതാണ്. എന്നിട്ട് ഉറക്കെ വിളിച്ച് പറയാ കൂരിപ്പ്. ആ വണ്ടിയിലുള്ള എല്ലാ ചേട്ടന്മാരും അത് കേട്ടിട്ട് കയറുന്ന ചിരിക്കുന്നുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ സാധാരണ എനിക്ക് എത്ര തണുപ്പായാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ചൂട് തീരെ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് ആർക്കും തണുപ്പും ഉണ്ടായിരുന്നില്ല. അതെന്താ സംഭവം ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോട്ട് എടുത്തിട്ടത്. അത് കണ്ടിട്ടാണ് എന്നെ കളിയാക്കുന്നത് കേട്ടോ. എങ്ങനെ ചെറുതായിട്ട് കയറിയാൽ മതിയായിരുന്നു അല്ലേ. ഞാൻ നടക്കുന്നത് കണ്ടിട്ട് അവിടെ വഴി കൂടെ പോകുന്നവരൊക്കെ നോക്കി ചിരിക്കുകയായിരുന്നു കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഹാഫ് സാരി എടുത്തിട്ട് കയറാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് മാത്രം ഞാൻ ഹാഫ് സാരി എടുത്തതാണ്. അതായത് അങ്ങോട്ട് പോകുമ്പോൾ കേട്ടോ, ടെമ്പിളിൽ പോകുമ്പോൾ എനിക്ക് എന്തായാലും ഹാഫ് സാരി എടുക്കണം തന്നെയായിരുന്നു. പക്ഷേ കുടജാദ്രി പോകുമ്പോൾ ഞാൻ ഹാഫ് സാരി എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ വെയർ ചെയ്തതാണ്. കാരണം വീഡിയോ മസ്റ്റാണല്ലോ, എന്തെന്നെ വന്നാലും എത്ര തന്നെ ആയാലും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി നല്ലോണം കഷ്ടപ്പെടും, അത് എത്ര ടാസ്ക് ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് സാരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കാം കേട്ടോ, നടന്നിട്ട് എന്താ എത്താത്തേന്ന് കേട്ടോ. കുറേ ഉണ്ട്, ഞാൻ നോക്കിയപ്പോൾ എത്തണേ ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ നടന്നൊരു ആൻറ്റിനെയും അങ്കിളിനെയും കണ്ടു കേട്ടോ. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എത്ര ഉണ്ടെന്ന്. അവർ മുന്നേ പോയൊരു എക്സ്പീരിയൻസ് ഉണ്ട് തോന്നുന്നു. അച്ചു എന്താ സാരി അങ്ങനെ പോയി പകുതി ആയപ്പോഴേക്കും എനിക്ക് ഈ സാരി എങ്ങനെയെങ്കിലും ഒന്ന് ഒരു വലിച്ചെറിഞ്ഞാൽ മതി എന്നായി. കാരണം ഞാനും സാരി തമ്മിൽ തീരെ ചേരുന്നുണ്ടായിരുന്നില്ല, എനിക്ക് ഓക്കെ ആയിരുന്നില്ല കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനല്ലേ, സാരില്ല. അങ്ങനെതാ നമ്മൾ അവസാനം അത് കണ്ടു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് കേട്ടോ അത്. ഇത്രയും കഷ്ടപ്പെട്ട് കയറി പോയിട്ട് അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് വേറെ ലെവലാടാ. അങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ തണൽ തേടി പോവാണ് എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല തലവേദനയായിട്ട് എനിക്ക് അവിടെ എത്തിയപ്പോഴേക്കും. കുറേ വെള്ളമൊക്കെ കുടിച്ചു, പക്ഷേ നല്ല തലവേദനിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ റെഡിയായി. അങ്ങനെ വീഡിയോ എടുക്കാനുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എവിടെ കളിക്കും എന്നുള്ളതൊക്കെ കേട്ടോ. പിന്നെ വീഡിയോ എടുത്തു, പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ കുറച്ച് നേരം
ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. കൂടുതലും ഞാൻ വീഡിയോ എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ പോയിട്ട് ഞാൻ ഫുള്ളും കളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഏതൊക്കെ നല്ല ക്ലിപ്സ് കിട്ടുകയെന്ന് അറിയില്ലല്ലോ. പിന്നെ നല്ല വെയിലായതുകൊണ്ട് തന്നെ അത് ചെക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അതായത് എനിക്ക് തീരെ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫുൾ കളിച്ച് വിട്ടു. കളിച്ചിട്ട് പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് എഡിറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു കേട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു. എന്തായാലും അടിപൊളിയായി തോന്നി അവിടെ പോയത് കേട്ടോ. പോയില്ലെങ്കിൽ മിസ്സായേനെ. ഉമ്മ പകുതി ആയപ്പോഴേക്കും ഇറങ്ങി കേട്ടോ. കാരണം ഉമ്മ നല്ല ഏജ് ആയതുകൊണ്ട് ഉമ്മക്ക് കയറാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനും മമ്മി രണ്ടും കൽപ്പിച്ച് കയറി അവിടേക്ക്. പിന്നെ ടൈമും ഉണ്ടായിരുന്നു. അതായത് ഇത്ര ടൈമിനുള്ളിൽ ഇറങ്ങണം എന്നുള്ളത് അവർ വെക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി. അതുകൊണ്ട് തന്നെ കൂടുതലും എനിക്ക് ഞാൻ കളിച്ചത് ഓക്കെയാണോ എന്നൊന്നും പോലും ചെക്ക് ചെയ്യാൻ പോലും പറ്റിയില്ല. പിന്നെ ക്ലിപ്പ് കിട്ടിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചപ്പോൾ. അതിൻ്റെ റീല് കാണാത്തവർ എന്തായാലും പോയിട്ട് എൻ്റെ ഇൻസ്റ്റ ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് പാർട്ടായിട്ട് പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. കൂടുതൽ പാർട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും രണ്ട് മൂന്ന് പാർട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഡാൻസ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഉമ്മ.